ഈ ഡാൻഡ്രഫും ഈ പറഞ്ഞ പോലെ ഡ്രൈ സ്കാൽപ്പും രണ്ടും നമുക്ക് ആ ഒരു സിംറ്റംസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. കാര്യം എല്ലാവർക്കും ആ ഒരു ചൊറിച്ചില്, അതുപോലെ തന്നെ ഫ്ലേക്കിനെസ്, അങ്ങനെ ആയിരിക്കും കംപ്ലൈൻസ് വരുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡാൻഡ്രഫ് വരുന്നത് സ്കാൽപ്പ് കൂടുതൽ ഓയിലി ആവുമ്പോഴാണ്. അപ്പൊ ആ ഒരു വ്യത്യാസമാണ് മെയിൻ ആയിട്ടും അതിലുള്ളത്. അതായത് ആ വരുന്ന ഒരു ഏജും പാറ്റേണും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. കാര്യം കൂടുതലും ആ ഒരു അഡോളസെന്റ് ഏജ് തൊട്ടായിരിക്കും നമുക്ക് ആ ഒരു ഡാൻഡ്രഫിന്റെ ഇഷ്യൂ വരുന്നത്. അതായത് സ്കാൽപ്പ് കൂടുതൽ ഓയിൽ ഗ്ലാൻസ് കൂടുതൽ ആക്റ്റീവ് ആവാൻ തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഡാൻഡ്രഫിന്റെ ഇഷ്യൂസ് വന്നു തുടങ്ങുക. അപ്പൊ അത് ഒരു നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറഞ്ഞ് ഹെയർ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്ലാൻസ് ഉണ്ട്. അപ്പൊ അത് സ്കാൽപ്പിൽ കൂടുതൽ ആക്റ്റീവ് ആണ്. കാര്യം ഹെയർ അവിടെ വലുതായതുകൊണ്ട് ഗ്ലാൻസിന്റെ സൈസും നമ്പറും ഒക്കെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഗ്ലാൻഡിന്റെ സെക്രീഷൻ ഓയിലിയാണ്. അപ്പൊ നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ആ ഗ്ലാൻഡിന്റെ പ്രൊഡക്ഷൻ വരുന്നതനുസരിച്ച് ഓയിൽനെസ് കൂടും. അപ്പൊ അതില് കുറച്ച് ഫംഗൽ ഇൻഫെക്ഷൻ കൂടെ വരുമ്പോഴാണ് നമുക്ക് ഡാൻഡ്രഫിന്റെ ഇഷ്യൂ വരുന്നത്. ഓക്കെ.